ടീച്ചേഴ്സിന് നമസ്കാരം. ഞാൻ എന്നെ തിരിച്ചറിയുന്നു, എൻ്റെ മാതാപിതാക്കളെ തിരിച്ചറിയുന്നു, എൻ്റെ ഗുരുജനങ്ങളെ തിരിച്ചറിയുന്നു. ഇവരിലാണ് എൻ്റെ ഈശ്വരൻ എന്ന് തിരിച്ചറിയുന്നു. ഏവർക്കും സ്വാഗതം. ഈ മരച്ചില്ലയിൽ ഒരുമിച്ചു കൂടിയ പ്രിയമാർന്ന പറവകൾ നമ്മൾ സ്വാഗതമോതുന്നു നിറവാർന്ന മനമോടെ, സ്വാഗത മന്ത്രം മീട്ടിടുന്നു. സ്വാഗതം സ്വാഗതം സുസ്വാഗതം. സഹൃദയരെ, നിങ്ങൾ ഏവരുടെയും ശ്രദ്ധ ഒരു കലോത്സവ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെയും വാശിയുടെയും ഉത്സാഹത്തിൻ്റെയും ഉൾക്കിതപ്പുകൾ നിറഞ്ഞ അന്തരീക്ഷം. ഇവിടെയാണ് പ്രസിദ്ധ കഥാകൃത്ത് ശ്രീ മുണ്ടൂർ സേതുമാധവന്റെ കഥ അമ്മ കൊയ്യുന്നു ആരംഭിക്കുന്നത്. വാക്കുകളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്ന ഈ കഥ കഥാപ്രസംഗ രൂപത്തിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നു. അതാ അവിടേക്ക് നോക്കൂ. ഒരു ഗ്രാമീണ വിദ്യാലയത്തിലെ മുഷിഞ്ഞവളും അവശയുമായൊരു പെൺകുട്ടി ചിത്രരചനാ മത്സരം നടക്കുന്ന വേദിയിൽ നിന്നും ഭൂമിയുടെ മഹാദുഃഖം പോലെ മന്ദം മന്ദം നടന്നു വരുന്നു. അതെ, ഭുവന. കൈകളിൽ ചിരിക്കുന്ന വളകളില്ല, പുള്ളികൾ ചിതറിയ പട്ടുടുപ്പില്ല, ജീവിതം വഴിമുട്ടി ഒറ്റയ്ക്കു പൊരുതുന്ന മാതാവിൻ കുരുന്നിവൾ ഭുവന, പ്രിയമാർന്നവൾ ഭുവന. ഭുവനയുടെ ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ മരിച്ചു. ആരാന്റെ പാടങ്ങളിൽ കൂലിപ്പണി ചെയ്താണ് ഭുവനയെ അമ്മ വളർത്തിയത്. ഇടയ്ക്ക് മീൻ പിടിക്കാനും കതിര് പറിക്കാനും ഭുവനയും പാടത്തു പോകും. അവളുടെ ഗന്ധവും അവളുടെ ലോകവും ആരാന്റെ പാടങ്ങളാണ്. പക്ഷേ ഒരു ദിവസം പോലും ഭുവന വിദ്യാലയത്തിൽ പോകാതിരുന്നിട്ടില്ല. ചെറുപ്രായത്തിൽ തന്നെ ഭുവനയിൽ ആരും അറിയാതെ ഭാവനകൾ കൂടുകൂട്ടിയിരുന്നു. ഇല്ലായ്മയുടെ ഇത്തിരി വട്ടത്തിലിരുന്ന് കരിക്കട്ട കൊണ്ടവൾ കോറിയിട്ടിരുന്ന ഭ്രാന്തൻ കോലങ്ങളിൽ. പക്ഷേ സുന്ദര രൂപങ്ങൾ കണ്ടെത്തിയത് അവളുടെ പ്രിയപ്പെട്ട കസ്തൂരി ടീച്ചറായിരുന്നു. കസ്തൂരി ടീച്ചർ ഭുവനയെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് ടീച്ചർ ഭുവനയും കൊണ്ട് മത്സരത്തെത്തുന്നത്. മത്സരം നടക്കുന്ന ഹാളിൽ പുറത്ത് ടീച്ചർ അക്ഷമയോടെ കാത്തു നിന്നു. അതാ ഭുവന വരുന്നു. ഹാളിൽ നിന്നും പുറത്തിറങ്ങിയ ഭുവന പക്ഷേ കരയുകയായിരുന്നു. എന്തു പറ്റി ഭുവന? എന്തിനാ നീ കരയുന്നേ? ടീച്ചറുടെ വാക്കുകൾ ഒരു നനുത്ത തലോടൽ പോലെ അവളിലേക്ക് അലിഞ്ഞിറങ്ങി. ഒന്നും നന്നായില്ല ടീച്ചർ, എനിക്ക് വരയ്ക്കാൻ നല്ലൊരു വിഷയം പോലും കിട്ടിയില്ല, ഭുവന വിതുമ്പി. കൺകളിൽ ദുഃഖം നിറഞ്ഞു നിന്നു, തൊണ്ടയിൽ ദുഃഖം തടഞ്ഞു നിന്നു, ആയിരം സ്വപ്നം തകർന്നു വീണു, ആത്മാവിൽ ഖേദം തുളുമ്പി നിന്നു, ആത്മാവിൽ ഖേദം തുളുമ്പി നിന്നു. എന്താ കുട്ടി ഇത്, കരയേ? കസ്തൂരി ടീച്ചർ വാത്സല്യത്തോടെ പറഞ്ഞു. ആ വാത്സല്യം അവളുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നതായിരുന്നു. കുട്ടി അറിയുന്നത് പോലെ വരച്ചില്ലേ, അത് മതി, കണ്ണു തുടയ്ക്കൂ. ഭുവനയ്ക്ക് പക്ഷേ മുഖമുയർത്താൻ കഴിഞ്ഞില്ല. മത്സരം മാത്രമല്ല, മറ്റെന്തൊക്കെയോ അവളെ അലട്ടുന്നുണ്ടെന്ന് തോന്നി. വർണ്ണശഫലമായ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് വേദിയിൽ നിന്നും വേദിയിലേക്ക് ചീറിപ്പായുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പൂത്തുമ്പികളെ പോലെ പാറി നടക്കുന്നവർ. എവിടെ നോക്കിയാലും ഒരു ഉത്സവത്തിന്റെ പ്രതീതി. ബാല്യകാലം. സ്വപ്നത്തുമ്പികൾ പാറും കാലം, ഇളം മനസ്സിൽ സ്മൃതി ചിത്രങ്ങൾ നിറയും കാലം, മലർവനികയിൽ സർഗവസന്തം പൂക്കും, മനസ്സിലെന്നും വിസ്മയമാകും കാലം. ബാല്യകാലം, ഈ ബാല്യകാലം, ബാല്യകാലം, ഈ ബാല്യകാലം. മലർവനികയിൽ സർഗവസന്തം പൂക്കേണ്ട ഈ കാലത്തും ഭുവന മാത്രം ഒറ്റയ്ക്ക്, ഭുവന മാത്രം ദുഃഖത്തിൽ. കുട്ടി വരൂ. കസ്തൂരി ടീച്ചർ ഭുവനയുടെ കൈ പിടിച്ചു. നമുക്ക് വല്ലതും കഴിക്കേണ്ടേ? വേണ്ട ടീച്ചർ, എനിക്ക് വിശപ്പില്ല. അത് പറഞ്ഞപ്പോൾ തലേന്ന് രാത്രി പനിച്ച് വിറച്ച് തളർന്നുറങ്ങുന്ന തൻ്റെ അമ്മ തന്നെ വിളിച്ചുണർത്തിയ രംഗം ഭുവന മുന്നിൽ കണ്ടു. മോളെ, ഇപ്പോൾ ഇതേ ഉള്ളൂ.
നീ ഇത് ഊതി കുടിച്ച് കിടക്ക്. ഉച്ചയ്ക്ക് പോലും ഒന്നും കഴിക്കാത്തതല്ലേ. പ്ലാവില കുമ്പിൾ കൊണ്ട് കഞ്ഞി കോരി കുടിക്കവേ ഭുവനയ്ക്ക് കണ്ണു നിറഞ്ഞു. ചിത്രരചനാ മത്സരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് കലി വന്നു. ഹോ, ഒരു ചിത്രം! ചിറക്കൽപ്പടി പാടത്ത് പണി ചെയ്ത് ജീവിക്കേണ്ടവളാ നീ. സ്നേഹത്തിന്റെ നെരുപ്പോടെരിയുന്ന ആ മനസ്സ് ഭുവനെ അറിഞ്ഞു. ചുമരിൽ ഭ്രാന്തൻ കോലം വരയ്ക്കുന്ന വിളക്കിൻ തിരിയിൽ നോക്കിയിരുന്നവൾ തനിക്കു ചിത്രം വേണ്ട, താരാ സ്വപ്നവും വേണ്ട, തായതൻ നെഞ്ചിൻ ചൂടുപോരും കണ്ണുനീർ പാടും പോരും. അതിരാവിലെ ചെറുപനിയുമായി ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന അമ്മയെ കണ്ടപ്പോൾ ഭുവനയ്ക്ക് സങ്കടം വന്നു. എനിക്കൊരു ചിത്രവും വേണ്ട, പനി മാറും വരെ അമ്മ പണിക്ക് പോകാതിരുന്നാൽ മതി. അപ്പോഴാണ് അവിചാരിതമായി കസ്തൂരി ടീച്ചർ വീട്ടിലെത്തുന്നത്. ഭുവനയുടെ അമ്മേ, ദയവേത് തടസ്സം പറയരുത് കേട്ടോ. ഭുവനയ്ക്ക് നല്ലൊരു ഭാവിയുണ്ട്, ഞാൻ അവളെ കൊണ്ടുപോകും. ടീച്ചറെ, അവളേക്കിടാൻ നല്ലൊരു കുപ്പായം പോലും ഇല്ല, പഴയത് മതി, ഞാനല്ലേ കൊണ്ടുപോണേ. ഭുവന, ഭുവന! ഭുവന ഓർമ്മകളിൽ നിന്നും ഞെട്ടി ഉണർന്നു. എന്താ കുട്ടി കഴിക്കാണ്ടിരിക്കണേ? രാവിലെ പോലും ഒന്നും കഴിക്കാത്തതല്ലേ? വയറ് നിറയെ കഴിക്കണം കേട്ടോ. ഹോട്ടൽ മേശയിലെ ഭക്ഷണത്തിന് മുന്നിരിക്കുന്ന ടീച്ചറുടെ വാക്കുകൾ ഭുവനയെ അതിശയിപ്പിച്ചു. താൻ രാവിലെ പട്ടിണി ആയിരുന്നെന്ന് ടീച്ചർ എങ്ങനെ അറിഞ്ഞു? ടീച്ചർ തൻ്റെ ആരാണ്? അപ്പോൾ ചിറക്കൽപ്പടി പാടത്ത് കൊയ്തു തളരുന്ന അമ്മയുടെ മുഖം ഭുവനയുടെ മുന്നിൽ തെളിഞ്ഞു. അവൾ പറഞ്ഞു, ടീച്ചർ, എനിക്ക് മതി, നമുക്ക് പോകാം. മടങ്ങേ, റിസൾട്ട് അറിയണ്ടേ? 4 മണിക്ക് അറിയാം. ആർക്കാണ് എന്തെങ്കിലും അറിയാലോ. ഭുവനയുടെ ഇളം മനസ്സിൽ വീണ്ടും മത്സര ഹാൾ നിറഞ്ഞു. താൻ എന്താണ് വരച്ചത്? അവൾ ഓർത്തു. ബെല്ലടിച്ചു. ഹാൾ നിശബ്ദമായി. അധ്യാപകന്റെ അനൗൺസ്മെന്റ്. മത്സര സമയം 2 മണിക്കൂർ. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് വിഷയവും വരയ്ക്കാം. എന്തിനെ കുറിച്ചാ വരയ്ക്കേണ്ടത്? യുദ്ധം, കലാപം, തിരഞ്ഞെടുപ്പ്? ഈശ്വര, ഇതൊന്നും തനിക്കറിയില്ലല്ലോ. തികച്ചും പുതുമയുള്ള എന്തെങ്കിലും വരയ്ക്കണം കേട്ടോ. കസ്തൂരി ടീച്ചർ പറഞ്ഞ വാക്കുകൾ അവളിലേക്ക് ഒഴുകിയെത്തി. സമയം കഴിഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആ രൂപം അവളുടെ മുന്നിൽ തെളിഞ്ഞു. ചിറക്കൽപ്പടി പാടത്ത് തലയിൽ തോർത്തു കെട്ടി പൊരി വെയിലത്ത് അമ്മ കൊയ്യുന്നു. താഴെ മണ്ണിന് ഊത നിറം, കതിരുകളോലും തങ്ക നിറം, പാവമെന്നമ്മക്കടലിൻ നിറം, ആകാശത്തിനു ചാരനിറം, ആകാശത്തിനു ചാരനിറം. എളുപ്പത്തിൽ വരച്ചു. അപ്പോൾ സങ്കടവും വന്നു. ഒന്നും ശരിയായില്ല. യുവജനോത്സവ മൈതാനത്ത് കുട്ടികൾ കളിച്ചു തിമിർക്കുന്നു. അവർക്കിടയിൽ ഭുവന മാത്രം നിറം മങ്ങി നിന്നു. വെയിൽ കത്തിയമർന്നു തുടങ്ങിയ ആ നിമിഷത്തിൽ ഒരു ഉഷ്ണക്കാറ്റിന്റെ വേഗത്തിൽ ടീച്ചർ പാഞ്ഞു വരുന്നത് ഭുവന കണ്ടു. ടീച്ചർ കിതച്ചുകൊണ്ടാണത് പറഞ്ഞത്. ഭുവന, നീയാണ് ഫസ്റ്റ്. തുടർന്ന് ഹാളിലെ മൈക്കിലൂടെ അറിയിപ്പും വന്നു. 1ാം സമ്മാനം ഭുവന. വാനിലെ പുത്തിരി കത്തിയോ, ആഴിയിലരവം പൊങ്ങിയോ, ഭൂമിയിൽ പൂക്കൾ വിടർന്നുവോ, താഴ്വര കൈക്കൊട്ടിപ്പാടിയോ, താഴ്വര കൈക്കൊട്ടിപ്പാടിയോ. സാരിത്തലപ്പ് കൊണ്ട് വിയർപ്പുന്നതിനിടയിൽ ടീച്ചർക്ക് തൊണ്ടയിടറി. എനിക്കറിയാമായിരുന്നു. ദാ വേദിയിൽ സമ്മാന വിതരണം ചെയ്യാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു മോളെ. മൈക്കിലൂടെ അനൗൺസ്മെന്റ്. ആദ്യ സമ്മാനം ചിത്രരചന. 1ാം സമ്മാനം ഭുവന. ചിത്രം അമ്മ കൊയ്യുന്നു. തുടർന്ന് വിധികർത്താക്കൾ രേഖപ്പെടുത്തിയ അഭിപ്രായവും വായിച്ചു. ഭുവനയുടെ ചിത്രം മറ്റുള്ളവയിൽ നിന്നും ഏറെ വ്യത്യസ്തവും തനിമയാർന്നതുമാണ്. അറിയാത്ത ആകാശങ്ങളെക്കാൾ കലാകാരനു പ്രിയപ്പെട്ടത് അറിയുന്ന ഇത്തിരി വട്ടമാണെന്ന് അമ്മ കൊയ്യുന്നു എന്ന ചിത്രം വിളിച്ചോതുകയാണ്. പിറയുന്ന കാലുകളും വിസ്മയം മാറാത്ത മനസ്സുമായി ഭുവന വേദിയിലെത്തി. ബഹുമാനപ്പെട്ട കളക്ടർ ഭുവനയുടെ പുറത്ത് തട്ടി അഭിനന്ദിച്ചതിന് ശേഷമാണ് സമ്മാനം നൽകിയത്. 2 കരങ്ങളും നീട്ടി അത് സ്വീകരിക്കവേ ഭുവനയ്ക്ക് ഇടനെഞ്ച് പൊട്ടി. മുന്നിലൊരു രൂപം. ചിറക്കൽപ്പടി പാടത്ത് തലയിൽ തോർത്തുകെട്ടി പൊരി വെയിലത്ത് അമ്മ കൊയ്യുന്നു.
കുടുംബവും ഒന്നിച്ചു ചേർന്നൊരു കാരുണ്യപാൽക്കടലാണമ്മ. പാരിതിലെങ്ങും പ്രകാശം പരത്തുന്ന മാണിക്യ കൽവിളക്കാണമ്മ. മാണിക്യ കൽവിളക്കാണമ്മ. സുഹൃത്തുക്കളെ, അമ്മ കൊയ്യുന്നു എന്ന കഥ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഭൂമിയിലെ ഓരോ കുട്ടിയും എൻ്റെ ഭുവനയാണ്. ഓരോ ടീച്ചറും കസ്തൂരി ടീച്ചറും. മാതാപിതാ പുത്ര ബന്ധങ്ങളും അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളും ശിഥിലമാകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാം, നമ്മുടെ ഓരോ ഗുരുജനങ്ങളുടെയും ഉള്ളിൽ അവതരിക്കുന്ന ഒരു കസ്തൂരി ടീച്ചറെ, ഇല്ലായ്മയുടെ നടുവിൽ കണ്ണീരുപ്പ് കലത്തിയ സ്നേഹക്കഞ്ഞി വിളമ്പുന്ന ഒരമ്മയെ, മാതാപിതാ ഗുരു ദൈവം എന്ന സത്യത്തെ ഈ തിരിച്ചറിവിൽ എന്നോടൊപ്പം ചേരൂ. നന്ദി, നമസ്കാരം.